മലയാറ്റൂരിലെ ക്ഷേത്രത്തിൽ താലമെടുക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരിൽ നിന്നും വീട്ടിലെത്തിയ ചിത്രപ്രിയയുടെ ക്രൂരമായ കൊലപാതകം നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. ചിത്രപ്രിയയുടെ മേലുള്ള ആൺ സുഹൃത്ത് അലന്റെ സംശയങ്ങളാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ വീടും നാടും ഒരുപോലെ വേദനയിലാണ്. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും സുഹൃത്ത് അലനും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പെൺകുട്ടിക്ക് വേറെയും അടുപ്പമുണ്ടെന്ന സംശയത്താലായിരുന്നു ഈ വഴക്കുകളെല്ലാം. കൊലപാതകം നടന്ന ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ മദ്യക്കുപ്പികളും 2 സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം മുണ്ടങ്ങാമറ്റത്ത് നടന്ന ദേശവിളക്കിൽ താലമെടുക്കുന്നതിനുള്ള പൂക്കളും താലവും സെറ്റുമുണ്ടും ചിത്രപ്രിയ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്നു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാതെ ചിത്രപ്രിയ അലന്റെ ബൈക്കിൽ കയറി പോവുകയായിരുന്നു. പിന്നാലെ ചിത്രപ്രിയയെ ആരും കണ്ടിട്ടില്ല. ശനിയാഴ്ച മുതൽ കാണാതായ ചിത്രപ്രിയയ്ക്കായി വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചിലർ അലനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. അലന്റെ ബൈക്കിൽ ചിത്രപ്രിയ കയറിപ്പോകുന്നത് കണ്ടുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അലനെ ചോദ്യം ചെയ്തുവെങ്കിലും ചിത്രപ്രിയയെ വൈകുന്നേരം 6 മണിയോടെ കാടപ്പാറയിൽ ഇറക്കി വിട്ടുവെന്നാണ് പറഞ്ഞത്. ഈ മൊഴിയെ തുടർന്ന് അലനെ പോലീസ് വിട്ടയച്ചു. എന്നാൽ CCTV ദൃശ്യം ലഭിച്ചപ്പോൾ ശനിയാഴ്ച രാത്രി 2 മണിയോടെ അലനും യുവതിയും മലയാറ്റൂർ പള്ളിയുടെ മുന്നിൽ വരുന്നതും പെൺകുട്ടി അവിടെ ഇറങ്ങി നടക്കുന്നതും മറ്റൊരു ബൈക്കിൽ വന്ന 2 പേർ ഇവരോട് സംസാരിക്കുന്നതുമായ ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടർന്ന് അലനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം വ്യക്തമാകുന്നത്. കൊലപാതകത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു. മരണത്തിനു മുൻപ് ചിത്രപ്രിയ അതിക്രൂരമായ മർദ്ദനമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തലയിലേറ്റ അടിയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. തലയിൽ 1-ൽ കൂടുതൽ മുറിവുകളുണ്ട്. ശരീരത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. ദേഹത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. പ്രതി അലനുമായുള്ള തെളിവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ്.